നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ നല്ല ഡോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേണമെന്ന് വാശി പിടിക്കും. ഒരു പക്ഷെ നമ്മൾ കാണുമ്പോൾ അതിന് ചിലപ്പോൾ അത്രയും വാല്യൂ കാണില്ല, അതല്ലെങ്കിൽ അത്രയും കോസ്റ്റ് നമുക്ക് കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊരു ഡോള് വളരെ ചെറിയ ചെലവിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപ 150 രൂപ ചെലവിൽ നമുക്ക് ഇതുപോലുള്ളൊരു ഡോള് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ളൊരു ഡോള് വളരെ ചെറിയ ചെലവില്, കുറഞ്ഞ ചെലവില് ചെയ്തെടുക്കാൻ വേണ്ട മെറ്റീരിയൽസ്, അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇത് കണ്ടോളൂ. ഇതുപോലെ ഒരു കൊട്ട എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മൾ ഡൈനിങ് ടേബിളിന്റെ മുകളിലൊക്കെ മൂടി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊട്ടയാണ് കൊട്ട. ഇതുപോലൊരു ഡോള് വേണം. പിന്നെ കുറച്ച് നെറ്റില് ഉള്ള തുണി, കുറച്ച് സാറ്റിൻ, ഒരു 1/2 മീറ്റർ സാറ്റിൻ ക്ലോത്ത്, ഒരു 1/2 മീറ്റർ നെറ്റ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളറ്, നല്ല വൈറ്റ് റെഡ് ഒക്കെ ആകുമ്പോൾ ഡോളിന് ഭംഗി കിട്ടും. മറ്റുള്ള കളർ അത്ര എടുപ്പ് തോന്നില്ല, അതുകൊണ്ടാണ് അത് നമ്മൾ അധികം എടുക്കാത്തത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണേ എന്താന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഡോളിന്റെ ഉടുപ്പിനെ ആദ്യം കളയണം. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, ഉടുപ്പ് കളഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് നമ്മൾ ഈ ഡോളിനെ ഉറപ്പിക്കണം. അതിങ്ങനെ ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ അരഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല കത്രികയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഡോളിന്റെ താഴെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോളിനെ നമ്മൾ ഈ കൊട്ടയുടെ ഇവിടെ തുളയുണ്ട്, ഈ കൊട്ടയുടെ ഈ മുകളിലായിട്ട് നമ്മൾ ഇതിനെ ഉറപ്പിക്കണം. ഇങ്ങനെ ഈ ഉറപ്പിക്കുന്നതിന്റെ ഈ തുള ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉറപ്പിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് വേണം, നൂലും സൂചിയും ഒക്കെ വേണം, വലിയ നീഡിലൊക്കെ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു, ഇതിനെ ഈ സൂചി നൂലും ഇതിന്റെ അകത്ത് കൂടെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇത് കൂടെയും കൂടെ ഇട്ട് ഈ സൂചി കയറ്റിയിട്ട് നമ്മള് ഡോളിനെയും കൂടെ ചേർത്തി തുന്നി എടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ഈ ഡോളിനെ എടുത്ത് ഇതിന്റെ മുകളിലായിട്ട് ഉറപ്പിക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണു, സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതിനെ ഉറപ്പിക്കുന്നത്. നമുക്ക് ഈ കൊട്ടക്കകത്ത് കൂടെ ഞാൻ ഇത് മുകളിൽ നിന്നാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം ഈ സൂചി നൂലും എടുത്ത് ഇതിനെ ഉറപ്പിക്കാമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷെ ഇത് മുകളിൽ നിന്നും സൂചി അകത്തേക്ക് കയറ്റിയിട്ടാണ് സൗകര്യം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഡോളും കൂടി ചേർത്തിട്ട് നമ്മൾ തുന്നിയെടുക്കണം. ഈ ഡോൾ കൂടെ ഇപ്പൊ നമ്മൾ ഈ ഡോളിനെ ഇതിന്റെ മുകളിലായി ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോളിന് ഫ്രോക്ക് വേണം അല്ലേ? അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഈ കൊട്ടയ്ക്ക് ചുറ്റുമായിട്ട് തുണി വെച്ചെടുക്കണം. ഈ തുണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു അളവ് വേണം. ഈ അളവ് ഇതിന്റെ ഈ ഒരു ചുറ്റളവ് നമുക്ക് എടുക്കണം. ഈ ചുറ്റളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് വെച്ചിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. എനിക്കിതൊരു 32 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൊട്ടയ്ക്ക് 32 ആണ് അതിന്റെ ചുറ്റളവ് വന്നത്. അതൊരു 33 വെച്ചെടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് കിട്ടണം. ഇതിന്റെ ഹൈറ്റ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഈ ടേപ്പിനെ താഴേക്ക് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പൊ എന്താണ്, ഇതും ഈ അളവും ഇത് കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള 1 ഇഞ്ചും കൂടെ അധികം ഇട്ടിട്ട് ഒരു 9 ഇഞ്ച് ഈ ഹൈറ്റും എടുക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ വേണ്ട ചുറ്റളവൊക്കെ അളന്നെടുത്തു. അതുപോലെ തന്നെ ഇതിന് വേണ്ട ഹൈറ്റ് അളന്നെടുത്തു. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, തുണിയിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കണം. ഈ തുണിയിൽ നിന്ന് ആ അളവിലുള്ള തുണി മുറിച്ചെടുക്കണം. ഞാനിപ്പോ ഇതിന് വേണ്ട സമയം കിട്ടുമോ, ഒരുപാട് സമയം കിട്ടുമോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഇങ്ങനെ മുറിച്ചെടുത്ത് പാവാട പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു വട്ടം, ഇതിന്റെ ചുറ്റും വെക്കാനുള്ള ഒരു വട്ടം കൂടി കണക്കാക്കണം അല്ലേ? അപ്പൊ ആ വട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ പാവാട പോലെ ഇതിന് ഞെറിയൊക്കെ ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം
നമ്മളിത് ഇതിന് കണ്ടില്ലേ, ഈ ഡോളിനുള്ള ഈ പാവാടയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, 1 2 3 താഴത്തെ ഒരു ലെയർ, ഇതൊരു ലൈനിങ് ക്ലോത്ത് പോലെയാണ് അതിന് ഉണ്ടാവുക. ഇതെല്ലാം നെറ്റ് കൊണ്ട് നമ്മളൊരു തട്ടുടുപ്പോ അല്ലെങ്കിൽ തട്ടുപാവാട ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇതിന് വേണ്ട ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയെന്ന സാധനങ്ങള് അല്ലെങ്കിൽ ആ വേണ്ട ഉടുപ്പിന് വേണ്ട ഓരോന്നും ഞാൻ നേരെ തന്നെ ചെയ്തു വെച്ചു. കാരണം ഇത് ഇത്രയും നമുക്ക് ഒരേ സമയം ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചതാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പാവാടകള് ഇപ്പൊ ഇതിന്റെ 1 2 ഓരോ വലിപ്പക്രമത്തിൽ ഇതിനെ അടുക്കി വെക്കുക. ആദ്യം ഏറ്റവും വലുത്, അതിന് നമ്മൾ ആ ലൈനിങ് ക്ലോത്ത് എന്ന് പറഞ്ഞത്, അതിനുശേഷം അതിൽ കുറച്ച് ചെറുത്, ഇപ്പൊ നമ്മൾ 9 ഇഞ്ചോ 8 ഇഞ്ചോ ആണ് എടുത്തെങ്കിൽ ഒരു 6 ഇഞ്ച് വലുപ്പത്തില് ഒരു ലെയർ നമ്മൾ ചെയ്തെടുക്കുക. ഏറ്റവും ചെറിയ ഉടുപ്പ് തട്ട് എവിടെ വേണം, ഏറ്റവും മുകളിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. തുന്നിയാൽ മതി കേട്ടോ, ഒരു കൈ കൊണ്ട് നമ്മൾ തുന്നിയെടുക്കുക. സൂചി നൂലും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തുന്നിയിട്ട് ഫ്രോക്ക് ഒരു സ്കേർട്ട് പോലെ ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ 3നെയും കൂടിയിട്ട് ലെയർ ആക്കിയിട്ട് നമ്മൾ തുന്നിയാൽ മതി. അപ്പൊ ഞാൻ 3 4 ലെയർ തട്ടുകളുണ്ട് ഇങ്ങനെ ഞൊറി ഇട്ടിട്ട് പാവാട പോലെ ഉണ്ടാക്കി എടുത്തിട്ട് അതൊക്കെ തുന്നിയെടുത്തതാണ് കേട്ടോ, നമുക്ക് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്നല്ലോ. അതിനെ 3ഉം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തുന്നിയെടുക്കണം. ഭയങ്കര സ്റ്റിച്ചൊന്നും വേണമെന്നില്ല, ഒന്ന് നൂലോട്ടി എടുത്താൽ മതി, ഇത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. വേറെ ആരും കളിക്കുന്നൊന്നുമില്ലല്ലോ. ഇതിപ്പോ എൻ്റെ ഇങ്ങനെ, അത് വെളുത്ത നൂലായതുകൊണ്ട് റെഡ് ഏത് കളറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതേ കളർ നൂല് തന്നെ യൂസ് ചെയ്താൽ മതി. എൻ്റെ ഇപ്പൊ ഈ ഒരു നൂലാണ് ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയല്ലേ. ഞാൻ ഇതിനെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഒരു പാവാട പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ ഉടുപ്പ് വേണം അല്ലെ, മുകളിലേക്ക്, ഉടുപ്പല്ല യോക്ക്. അപ്പൊ ഇത് മാത്രമേ നമുക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ തലയെ ഒന്ന് ഇളക്കി മാറ്റാം, എന്നാലാണ് അത് കൂടെ കയറ്റാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, അതിനെ മാറ്റി വെച്ചു. അപ്പൊ ആദ്യം ഇത് ഈ നെറ്റിലാണ് നമ്മൾ ഫ്രോക്കിന്റെ മുകൾ വശം ചെയ്യുന്നോണ്ട് ഒരു നിഴല് പോലെ തോന്നും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒന്ന് കൂടിയിട്ട് അതേ അളവിൽ തന്നെ ഒരു കഷ്ണം കൂടെ മുറിച്ചെടുക്കുക. ഉണ്ടോ, അങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ വളരെ, പിന്നെ അതിന് കൈയൊക്കെ തുന്നണം, പഫിട്ട തയ്യൽ, നന്നായിട്ട് തയ്യലൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിന്റെ ഫ്രോക്ക് ചെയ്തു കൊടുക്കാം. തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഈ അളവിൽ വേണമെങ്കിൽ നല്ലൊരു ഇതായിട്ട് നമുക്ക് തുന്നിയെടുക്കാം. അതല്ലെങ്കിൽ ഇതിനിപ്പോ ഞാൻ തൽക്കാലം ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മൊട്ടുസൂചി കൊത്തി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡോളിന്റെ ഇതൊക്കെ ആക്കി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ചുറ്റുമായിട്ട് ഈ പാവാടയെ ഇതുപോലെ ഉറപ്പിക്കണം. ഇത് ഇങ്ങനെ ഒരു വശത്തേക്കായിട്ട് നമ്മൾ ഇതിനെ ഉറപ്പിക്കൽ ഒരു വശത്തേക്കായിട്ട് ചെയ്താൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തയ്യലോ സ്റ്റിച്ചോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതൊന്നും അങ്ങനെ പുറത്തേക്ക് കാണില്ല. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാണ്, ഇത് തുന്നിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പൊ തുന്നാനുള്ളൊരു സമയം ഇല്ലാത്തോണ്ട് ഞാൻ തൽക്കാലം ഇതിനെ ഒരു മൊട്ടുസൂചിയോ കുത്തി ഉറപ്പിച്ചിട്ട് കാണിക്കാം. ഒരു മൊട്ടുസൂചി എടുക്കുക, ഒരു സൂചി എടുത്തിട്ട് ഒരു പിന്നോ സൂചി എടുത്തിട്ട് ഉറപ്പിക്കുക, തുന്നിയെടുക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. കുട്ടികളൊന്ന് കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വേറെ ഒന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ഫ്രോക്ക് ഇതില് തുന്നി ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും അടിയിലത്തെ ലെയറിനെ നമ്മൾ കൊട്ടയായിട്ട് യോജിപ്പിച്ച് വെക്കണം. കൊട്ടയായിട്ട് യോജിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. ഇങ്ങനെ
വലിച്ച് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആ പാവാടയുടെ അടിവശം കൊട്ടയുടെ അടിയിലേക്ക് മടക്കി വെച്ച്, ഞാൻ ഉപയോഗിക്കുന്നു വളഞ്ഞ നീഡിലാണ്. ഈ വളഞ്ഞ നീഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊട്ടയുടെ ചുറ്റും ഇതിനെ തയ്ച്ചെടുക്കുക. വളഞ്ഞതാകുമ്പോൾ അതിങ്ങനെ വളഞ്ഞ് കയറിക്കോളും. ചുറ്റും തയ്ച്ച് എടുക്കുക. കണ്ടോ, ഇതിനെങ്ങനെ നമ്മൾ ഈ അവസാനം വരെ ഇതിനെങ്ങനെ തുന്നി ഉറപ്പിക്കുക. കണ്ടോ, ഇത് കൊട്ടയുടെ അടിയിൽ ഇതിനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വളഞ്ഞൊരു നീഡിൽ ഉപയോഗിക്കുക. അടിയിലെ ലൈനിങ് ക്ലോത്ത് നമ്മൾ തുന്നിയെടുത്തു. ഇനി എന്ത് ചെയ്യണം, ഈ തുന്നിയെടുത്ത ഈ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ നൂല് കാണും. പിന്നെ പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഉടുപ്പിനൊരു ബോർഡർ പോലെ അതിനൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ലൈസ് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് തുന്നി കൊടുക്കാം. ഇങ്ങനെ ഈ ലേസ് ഇങ്ങനെ ഈ നൂല് കാണാതെ അതിന്റെ മുകളിൽ കൂടെ തുന്നി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇപ്പൊ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എല്ലാവരുടെയും ഗ്ലൂ ഗണ്ണ് കണ്ടോളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഫെവിക്കോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് കാണിക്കാം. ഇതിന്റെ നമ്മൾ ഈ അടിയിൽ ചുറ്റളവിലുള്ള ഒരു കഷ്ണം നമ്മളൊരു ലേസ് മുറിച്ചെടുക്കണം. അതിനെ തുന്നി വെച്ചാലും മതി. ഞാൻ തുന്നാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണു, ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഗ്ലൂ ഗൺ എന്താന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ നോസിൽ വഴി ഇങ്ങനെ ഒട്ടിച്ചു കൊണ്ടുപോവാ. പെട്ടെന്ന് ഇതിന്റെ താഴേക്കൂടെ ഒരു പാവാടയ്ക്ക് ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തുന്നിയെടുത്ത നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു ലേസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്ത്, അത് തുന്നിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പാവാട ജോയിൻ ചെയ്ത പാവാടയും ഈ അരയുടെ ഭാഗത്തൊരു ഇതുപോലൊരു ലേസിനെ ചുറ്റി തുന്നിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇപ്പൊ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. റിമോട്ട് സൂചി വെച്ചിട്ടൊക്കെ നമുക്ക് അതിനെ ഫിക്സ് ചെയ്തെടുക്കാം. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രോക്കിന്റെ ഈ ഭാഗത്ത് ഒരു ലേസ് ഇവിടെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു പൂ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തലയില് ഇതുപോലെ ഒരു നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് തലയ്ക്ക്. അതുപോലെ എല്ലാവരും ഇതുപോലെയുള്ള ഡോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇതിന്റെ പോർഷൻസ് നമുക്ക് തുന്നി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാലും അതിനത്രയും ഒരു പ്രശ്നം വരുന്നില്ല. മുട്ടുസൂചി നമ്മൾ തൽക്കാലം ഷോക്കേസിലൊക്കെ വെക്കുന്ന മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുട്ടുസൂചിയൊക്കെ വെച്ച് ഉറപ്പിക്കാം. എന്നാലും ബാക്കിയുള്ള പാവാടയുടെ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കണം. ഇതിൽ കൂടുതൽ ഇനി ഡോള് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുക അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ള ഡോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഡോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എനിക്കിതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു ചെലവ് എന്ന് പറയാൻ ഒരു 100-150 രൂപയുടെ അകത്തേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കണ്ണാന്തളി വഴി വീണ്ടും കാണാം. ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.